150 കോടി രൂപ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർണാടകയിൽ നിന്നും ട്രക്കിൽ കേരളത്തിലേക്ക് കടത്തി. എന്നിട്ട് ആംബുലൻസിൽ പലയിടങ്ങളിലും കൊണ്ട് വിതരണം ചെയ്തു. എന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി കർണാടകയിൽ നിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന ആർക്കും ഒന്നും പിടികിട്ടാത്ത ഒരു പ്രസ്താവനയുമായി പി.വി. അൻവർ രംഗത്ത് വന്നു. ഇത് കേട്ട് തൊട്ടടുത്തിരുന്ന മുകേഷ് ചിരിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. മുകേഷ് എന്ന് പറയുന്ന CPM MLA പോലും ചിരിയടക്കാൻ കഴിയാത്ത ആരോപണമായിരുന്നു. ഹഫീസ് ഇത് സംബന്ധിച്ച് കേസുമായി വിജിലൻസിൽ പോയി. വിജിലൻസ് കേസ് ഫയലിൽ സ്വീകരിച്ചു. എന്നിട്ട് വിജിലൻസ് വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇന്നലെ വിജിലൻസ് ഇതിന്റെ റിപ്പോർട്ട് കോടതിയെ കൊണ്ട് കൊടുത്തു. വിജിലൻസ് അഭിഭാഷകൻ ചെന്ന് പറഞ്ഞു, ഒരു കഴമ്പുമുള്ള ആരോപണമല്ല. ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച അൻവറിന് പോലും ഒരു പരാതി നൽകണമെന്നോ കേസാക്കി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നോ ആഗ്രഹമില്ല. അതുകൊണ്ട് ഈ കേസ് എടുക്കാൻ പാടാണ്, എഴുതി തള്ളണം, ഇതിന് തെളിവില്ല, ഇതുമായി മുമ്പോട്ട് പോകരുത് എന്ന് വിജിലൻസ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കണം, ആരാണ് വിജിലൻസിന്റെ മന്ത്രി? പിണറായി വിജയൻ. ആരാണ് പോലീസിന്റെ മന്ത്രി? പിണറായി വിജയൻ. ആ പിണറായി വിജയന് പോലും ഈ പറയുന്ന അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ഒരു വിശ്വാസവുമില്ല എന്ന് രേഖാമൂലം കോടതി പറയുക.